വരുന്ന ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കായി തങ്ങളുടെ സ്വപ്നങ്ങളും പ്രയത്നങ്ങളും മാറ്റിവെക്കാൻ നിർബന്ധിതരായ 22 ലക്ഷത്തോളം വരുന്ന മെഡിക്കൽ കോളേജ് ഉദ്യോഗാർത്ഥികളും പുതിയ മാർക്കിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സ്വപ്നങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കണോ എന്നറിയാത്ത 4 ലക്ഷം CBSE വിദ്യാർത്ഥികളും ഇപ്പോൾ നേരിടുന്നത് കേവലം തങ്ങളുടെ യോഗ്യത തെളിയിക്കാനുള്ള പരീക്ഷയല്ല, മറിച്ച് രാജ്യത്തെ പരീക്ഷാ വ്യവസ്ഥിതിയിലുള്ള തങ്ങളുടെ വിശ്വാസ്യത നിലനിർത്താനുള്ള പോരാട്ടമാണ്. നിലവിലെ വിവാദങ്ങൾക്ക് പിന്നാലെ CBSEയുടെ ചെയർമാനെയും സെക്രട്ടറിയെയും ഒരുപക്ഷെ മാറ്റിയേക്കാം. എന്നാൽ മുൻകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ ഇത്തരം പരീക്ഷാ തട്ടിപ്പുകളിലെ വലിയ ജനരോഷം തണുത്തു കഴിയുമ്പോൾ കുറ്റക്കാർ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടാനോ ഉത്തരവാദികളാകാനോ ഉള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. ഓരോ പരീക്ഷയിലും കുറഞ്ഞത് 1 ലക്ഷത്തിലധികം അപേക്ഷകരോ ഉദ്യോഗാർത്ഥികളോ ഉണ്ടായിരുന്ന കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലെ 45 പ്രധാന പരീക്ഷാ പേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട കേസുകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ദ ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ 45 വൻകിട കേസുകളിൽ വെറും 2 കേസുകളിൽ മാത്രമാണ് ഇതുവരെ ശിക്ഷാവിധി ഉണ്ടായത്. ബാക്കിയുള്ളവയിൽ ഭൂരിഭാഗവും ഒന്നെങ്കിൽ അനന്തമായി നീളുന്ന നിയമപരമായ ചതുപ്പ് നിലങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ എങ്ങുമെത്താതെ അന്ത്യം കണ്ട അവസ്ഥയിലാണ്. പരീക്ഷാ തട്ടിപ്പുകാർക്ക് രാജ്യത്ത് ലഭിക്കുന്ന അമിത സ്വാതന്ത്ര്യത്തിന്റെയും കുറഞ്ഞ ഉത്തരവാദിത്തത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരം പേപ്പർ ചോർച്ച കേസുകളിൽ പ്രതികളായ 2 പേർ ഇപ്പോൾ ഉത്തർപ്രദേശിലെ നിയമസഭാ അംഗങ്ങളായി തുടരുന്നുവെന്നത്. 2002 മുതൽ 2025 വരെയുള്ള കേസ് രേഖകൾ പരിശോധിച്ചതിൽ 27 തൊഴിൽ റിക്രൂട്ട്മെന്റ് പരീക്ഷകളും 18 ഉന്നത വിദ്യാഭ്യാസ പ്രവേശന പരീക്ഷകളും സ്കൂൾ ബോർഡ് പരീക്ഷകളും ഉൾപ്പെടുന്നുണ്ട്. ഈ കേസുകളിലായി ഇതുവരെ കുറഞ്ഞത് 1658 പേർ അറസ്റ്റിലാവുകയും 925 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2 കേസുകളിലായി വെറും 18 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. 2 കേസുകളിലായി 32 പേരെ കോടതി വിട്ടയച്ചപ്പോൾ 43 പേർ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇത്രയും വലിയ തട്ടിപ്പുകൾ നടന്നിട്ടും വളരെ കുറച്ച് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇതിൽ നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഈ സ്ഥിതിവിവര കണക്കുകളെക്കാൾ ഉപരി രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന മാനുഷികവും മാനസികവുമായ നഷ്ടങ്ങൾ അതിശക്തമാണ്. ജോലികൾക്കും മികച്ച കോളേജ് സീറ്റുകൾക്കും ഉയർന്ന ബോർഡ് മാർക്കുകൾക്കുമായി വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത 3.86 കോടിയിലധികം ഉദ്യോഗാർത്ഥികളാണ് ഈ 45 പരീക്ഷകളിലായി രജിസ്റ്റർ ചെയ്തിരുന്നത്. പരീക്ഷകൾ റദ്ദാക്കപ്പെട്ടതോടെ ഇവരുടെ കാത്തിരിപ്പ് 4 വർഷം വരെ നീണ്ടുപോയി. റദ്ദാക്കിയ പരീക്ഷകളുടെ പുനഃപരീക്ഷകൾ നിശ്ചയിക്കാൻ ശരാശരി 183 ദിവസങ്ങൾ വരെ എടുത്തു എന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചുപിടിക്കാനാവാത്ത വലിയ തടസ്സങ്ങളും പ്രായപരിധി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളുമാണ് ഉണ്ടാക്കിയത്. പേപ്പർ ചോർച്ച മാഫിയകൾ തങ്ങളുടെ സാങ്കേതിക വിദ്യകളും പ്രവർത്തന രീതികളും നിരന്തരം നവീകരിക്കുന്നുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2000ന്റെ തുടക്കത്തിൽ ഫാക്സ് വഴിയായിരുന്നു ചോദ്യപേപ്പർ കൈമാറ്റം ചെയ്തിരുന്നതെങ്കിൽ 2020കളാകുമ്പോഴേക്കും അത് അത്യാധുനിക ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ, റിമോട്ട് ആക്സസ് സോഫ്റ്റ്വെയറുകൾ, പ്രിന്റിംഗ് പ്രസ്സുകളിലെ കൃത്രിമത്വം എന്നിവയിലേക്ക് വഴിമാറി. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് കേവലം നിയമവ്യവസ്ഥയുടെ പോരായ്മകളിലേക്കോ പരീക്ഷാ ബോർഡുകളുടെ അനാസ്ഥയിലേക്കോ മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കേണ്ട ഒരു തലമുറയുടെ സ്വപ്നങ്ങൾക്ക് മേൽ പരീക്ഷാ മാഫിയകൾ നടത്തുന്ന ക്രൂരമായ കടന്നുകയറ്റങ്ങളിലേക്കാണ്. ചോദ്യപേപ്പറുകൾ ചോരുമ്പോൾ യഥാർത്ഥത്തിൽ ചോർന്നു പോകുന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും മെറിറ്റിലുള്ള അവരുടെ വിശ്വാസവുമാണ്. കുറ്റവാളികൾക്ക് രാഷ്ട്രീയ സംരക്ഷണവും നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളും വഴി എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഈ അടിയന്തരാവസ്ഥയ്ക്ക് അറുതി വരുത്തിയേ തീരൂ. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യതയും കർശനമായി ശിക്ഷാ നടപടികളും ഉറപ്പാക്കാത്ത പക്ഷം വരും തലമുറയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ പരീക്ഷാ സമ്പ്രദായങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നതിൽ തർക്കമില്ല.